സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആശാവർക്കർമാരുടെ സംഘടനാ നേതാക്കളുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയും റോഡും കയ്യേറി നടത്തിയ രാപ്പകൽ സമരം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് ഹർജിക്കാരന്റെ വാദം. തിരുവനന്തപുരം MG റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു ആശാവർക്കർമാരുടെ സമരം. ഈ സാഹചര്യത്തിൽ സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കും ആശാവർക്കർമാരുടെ നേതാക്കൾക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മരട് സ്വദേശി N പ്രകാശാണ് സമരക്കാർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ആശാവർക്കർമാരുടെ സമരത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. 2 മാസത്തെ ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. കുടിശ്ശിക തീർത്തു നൽകാൻ 52.85 കോടി രൂപയാണ് അനുവദിച്ചത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. തങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.